പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് പോകാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രാർത്ഥനാവശ്യങ്ങള് മൗനമായി സമർപ്പിക്കുക ഭക്തിയോടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. എല്ലാവരും ഭക്തിയോടെ ഈ പ്രഭാതത്തിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ പ്രസാദമായി ഏറ്റുമേടിക്കേണ്ട സമയമാണ്. കർത്താവ്, ഈ പ്രഭാതത്തിൽ നിൻ്റെ പ്രസാദമായി ഞങ്ങൾ ഈ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. കർത്താവ്, ഇങ്ങനെ ഒരു മുഹൂർത്തവും ഇങ്ങനെ ഒരു അങ്ങയെ ഞങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം സംരംഭമാക്കുന്ന ഈ സംരംഭത്തിന് നന്ദി പറയുന്നു. കർത്താവ്, ഈ പ്രാർത്ഥനയെ സ്ഥിരമായി മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാവരെയും നീ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം. കർത്താവ്, ഒരിക്കലും പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകാനോ അത് കൂടാതെ പോകുന്ന രീതിയിൽ ആധ്യാത്മികമായി ഒരു പിന്തുടർച്ച ഇല്ലാതെ വരാനോ നീ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേക സങ്കടങ്ങളിൽ ഇരിക്കുന്നവരെയാണ് ഇപ്പോൾ കർത്താവ് കാണിച്ചു തരുന്നത്. മരണമോ വിയോഗമോ കാണാതായ അവസ്ഥകളോ ഉള്ളത് മൂലം വ്യക്തികളോ വസ്തുക്കളോ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഭയവും നിരാശയും സങ്കടവും അനുഭവിക്കുന്നവരെ ഇപ്പം കർത്താവ് സ്പർശിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, ഈ നിമിഷം മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് സ്നേഹത്തോടെ സുവിശേഷ വേല ചെയ്ത് ഉടമ്പടി ജീവിക്കുന്ന എല്ലാവരെയും ആ ഉടമ്പടി എടുക്കുന്നതിന് ആഗ്രഹിക്കുകയും ഒരു നാളെ കൃപാസനത്തിൽ വരണം, ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുക്കാത്ത ആരെങ്കിലും ഇപ്പോഴും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരെ നീ പ്രത്യേകമായിട്ട് കർത്താവെ പ്രത്യേക അഭിഷേകം നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശരീരം മുഴുവനും പലതരത്തിലുള്ള ചിരങ്ങുകളും ചൊറികളൊക്കെ വന്ന് വിഷമിക്കുകയും വെള്ളപ്പാ
പാണ്ടുകൾ വരികയും പലതരത്തിലുള്ള തൊലിക്ക് അലർജി ഉണ്ടാകുകയും ചെയ്യുന്ന വ്യക്തികൾ കർത്താവെ കാണിച്ചു തരുന്നുണ്ട്. നീ അത് വിശുദ്ധമായ രക്തത്താൽ കർത്താവ് ദിവ്യലേപനമായ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടകമ്പോളങ്ങൾ വ്യാപാര വ്യവസായങ്ങൾ ഒക്കെ നടത്തുന്നവർ അതിൻ്റെ ബിസിനസ്സിൽ കച്ചവടത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ കച്ചവടത്തിൽ കർത്താവ് വേണ്ടത്ര പണം വരാത്തവരോ അത് പണം കുടുങ്ങിപ്പോയവരോ അതിൻ്റെ ജപ്തി നടപടികളെയോ മറ്റു തരത്തിലുള്ള ബാങ്ക് നിലപാട് നടപടികളെയോ നേരിടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ജീവിത വിദ്യാഭ്യാസ ലോണിന് വേണ്ടി എടുക്കുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ലോണിന് ശേഷം ജോലി കിട്ടിയതിന് ശേഷം അത് പിന്നെ ജോലി നഷ്ടപ്പെടുകയും അത് ലോൺ അടക്കാൻ പറ്റാതെ വരികയും ചെയ്തിട്ടുള്ള മക്കളുണ്ട് ഈശോയെ. പിഴ കിട്ടുവാനോ റിപ്പയർ ചെയ്യാനോ കഴിയാത്ത ആൾക്കാരുണ്ട് ഈശോയെ. അതുപോലെ തന്നെ ആ വീട്ടിലേക്കുള്ള വഴി ഇല്ലാത്തവരുണ്ട് ഈശോയെ. വെള്ളമില്ലാത്തവരും അതുപോലെ തന്നെ പലതരത്തിലുള്ള അയൽവാസികളുമായിട്ട് പല സങ്കടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിച്ച് പ്രാർത്ഥിക്കണം ഈശോ. വസ്തു വിൽക്കാൻ പറ്റാത്തവർ, വസ്തു ഭാഗവടപ്പെട്ട് ചെയ്യാൻ പറ്റാത്തവർ, സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയോട് ജീവിക്കാതെ മാറി താമസിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്തവരും, അതിൻ്റെ പേരിൽ എപ്പോഴും കുടുംബത്തിൽ കലഹവും ഭിന്നതയും കർത്താവ് 2 വെപ്പുകളും 3 വെപ്പുകളുള്ള പാവപ്പെട്ടവരുടെ കുടുംബങ്ങളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവിടെ എല്ലാം കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് കർത്താവ് പ്രത്യേക അടയാളം നൽകി അവർ സന്ധിക്കണ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെ പ്രാർത്ഥിക്കുന്നു. മക്കളോർത്ത് വിലപിക്കുന്നവർ, പ്രായമായ മക്കൾ, അതുപോലെ തന്നെ പഠിക്കുന്ന മക്കൾ, കുഞ്ഞുങ്ങളായ മക്കൾ, അവരോരോ മക്കൾക്കും ഓരോ തരത്തിൽ അവരെ കൊണ്ട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുടികൾ കൊഴിഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മുതിർന്നവർക്ക് വരെ ഉണ്ട് കർത്താവ്. അതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അഴുകി വരുന്നവരും മുഴ വരുന്നവരും ചിരങ്ങ് വരുന്നവരും അനേകം മക്കളുണ്ട്. അവരെല്ലാം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. കുർബാനയ്ക്ക് മാസങ്ങളായി ദിവസങ്ങളായി പോകാതിരിക്കുന്നവരും പോകാൻ അവസരം ഉണ്ടായിട്ടും മടിഞ്ഞും മനസ്സ് മരവിച്ച് ആധ്യാത്മിക തണുപ്പിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ചൂട് നൽകി പരിശുദ്ധാത്മാവിനെ കൃപ നൽകി അമ്മയുടെ മധ്യസ്ഥത്തിൽ അവരെ സന്ധിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുടുംബങ്ങളിൽ കർത്താവെ സമാധാനം നഷ്ടപ്പെട്ടവർ പോയി, അതുപോലെ കുടുംബത്തിൽ പരസ്പരമുള്ള ചണ്ടകൾ, പരസ്പര ഭിന്നിപ്പുകൾ, തെറ്റായ പ്രണയബന്ധങ്ങളിലും അതിൻ്റെ പേരിൽ അപ്പനും അമ്മയും 2 ചേരികളായി മാറുകയും മക്കൾ ഓരോ ഗ്രൂപ്പിസം ഉണ്ടാക്കുകയും അങ്ങനെ കുടുംബങ്ങളിലേക്ക് നിശബ്ദമായി ആത്മപ്രബോധമായി കഴിയുന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവ് സാത്താനെ അവിടുന്ന് ആട്ടി അകറ്റുന്നതിന് വേണ്ടി യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണം, എവിടെ പോകണം, ആരെ അവലംബിക്കണം, ഏത് വഴിക്ക് തിരിഞ്ഞു പോകണം, എവിടെയെങ്കിലും പോയി ഒടുങ്ങിയാലും കുഴപ്പമില്ല, ഇവിടെ കിടന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പ്രാഗി, കുടുംബത്തെ പ്രാഗി, മറ്റുള്ളവരെ പ്രാഗി ഭാരപ്പെടുന്ന എല്ലാ വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ രക്തം പതിക്കട്ടെ. അവരെല്ലാം കർത്താവിൻ്റെ ഉന്നതമായ പശ്ചാത്താപ ദൈവത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയെ നിറയാനുള്ള അടയാളങ്ങൾ ലഭിച്ചുകൊണ്ട് ആ കുടുംബത്തെ ശക്തിപ്പെടുത്തേണ്ട കർത്താവ് ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഡെയിലി ബ്രെഡിലേക്ക് പോവുകയാണ്. ഇന്ന് ഡെയിലി ബ്രെഡിൽ അതിന് വേണ്ട അപ്പത്തിൽ നമ്മൾ വായിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 22:2 നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം. ഇതിൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല പറയാൻ പോണത്. കാര്യം ഇതിനെക്കുറിച്ച് നമ്മൾ ഇതൊക്കെ ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി എബ്രാഹത്തിനെ ദൈവം യാത്രയാക്കുന്ന ഭാഗമാണിത് വായിച്ചത്. പക്ഷേ ഇവിടെ എന്നെ സ്പർശിച്ചത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഇസ്രയേലിൽ ധ്യാനിപ്പിക്കാൻ പോയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂതികളുടെ മിസൈൽ വീണ ജോപ്പായിലാണ് ഞാൻ കഴിഞ്ഞ മാസം താമസിച്ചത്. അവിടെ ധ്യാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെൽ-അവീവിൽ ധ്യാനം ഉണ്ടായിരുന്നു, ജെറുസലേമിൽ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജെറുസലേമിൽ ഈ മൗണ്ട് ഇപ്പോൾ പറയുന്ന ഈ മോറിയാമല എന്ന് പറയുന്ന സംഭവം, അതായത് ടെമ്പിൾ മൗണ്ടാണ്. ടെമ്പിൾ മൗണ്ടിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചുറ്റും നോക്കിയാൽ അടുത്തും അകലെയുമായിട്ട് 7 മലകളെ കാണാം. അതിൻ്റെ അകത്ത് മൗണ്ട് ഒലിവുണ്ട്, അതുപോലെ തന്നെ സിയോൻ മലയുണ്ട്. അപ്പോൾ ഇങ്ങനെ 7 മലകൾ ഉണ്ടെങ്കിലും ദൈവം പറയണത് ഞാൻ കാണിച്ചു തരുന്ന മലയെന്നാണ് പറയണത്. ആ ഞാൻ കാണിച്ചു തരുന്ന മല എന്ന് പറയുമ്പോൾ ദൈവത്തിന് എല്ലാ വിഷയങ്ങൾക്കും, ഇപ്പം മകനെ ബലിയർപ്പിക്കാനാണ്, അതിന് പോലും ആ മലയെ തിരഞ്ഞെടുക്കാൻ പോലും എബ്രാഹത്തിന് ഓപ്ഷൻ ഇല്ല. അതാ എൻ്റെ രസം. ചില മാറ്റാൻ പറ്റാത്ത തിന്മകൾ ദൈവം
ഹിതപ്രകാരമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്താനും സമർപ്പിതരാകാനും സാധിക്കുന്നതനുസരിച്ച് കൊണ്ട് കൃപ നമ്മൾ അർത്ഥിക്കുകയും ചെയ്യും. നിത്യജീവന് വേണ്ടി സ്വരുക്കൂട്ടിരിക്കുന്ന ഒരു ഈടുവെപ്പുകളും സ്ഥിര നിക്ഷേപവുമാണ് സ്ഥാപനമായി വരുന്ന എല്ലാ സകല സാഹചര്യങ്ങളും. ദൈവത്തിലെ ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിരാശയോ ശാപമോ ഒക്കെ തന്നെത്താൻ തോന്നും. മറ്റുള്ളവരാണ് ഇതിൻ്റെ കാരണമെന്ന് തോന്നും. മറ്റുള്ളവരൊന്നും ആയിരിക്കത്തില്ല കാരണം, അത് ദൈവം തന്നെയായിരിക്കും കാരണം. പക്ഷേ ദൈവത്തിൻ്റെ നാമത്തിലാണ് നീ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരണമായി അല്ല കൃപയുടെ കാരണമായി അത് മാറും. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഓരോ വ്യക്തികൾ, ഇപ്പം നിൻ്റെ മകള് ഇങ്ങനെയാണ്, അല്ല എൻ്റെ സ്വഭാവം, അതല്ല അവളുടെ സ്വഭാവം അങ്ങനെയാണ്, ശരിയാണ്. ചിലരിങ്ങനെ ഒരു കാര്യമില്ല, അവർ ഭയങ്കര പീരുക്കളായിരിക്കും. എടുത്തുചാട്ടക്കാരെ അറിയാമല്ലോ, എടുത്തുചാട്ടക്കാർ ലോക പീരുക്കളായിരിക്കും. അപ്പോൾ വെച്ചാൽ അവർക്ക് ചിലപ്പോൾ കഴിവ് കെട്ടവരുമായിരിക്കും. എന്താ കാര്യം? അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം അവരുടെ പീരുത്വം മറച്ചു വെക്കാൻ വേണ്ടി അവർ നമ്മുടെ കഴുത്തേക്ക് കയറിക്കൊണ്ടിരിക്കും. ചില വീട്ടിൽ മക്കളുണ്ട്, പെൺമക്കൾ ആ ടൈപ്പ് ചിലരുണ്ട്, ചില ആൺമക്കൾ ആ ടൈപ്പ് ഉണ്ടാകും, ചിലർ അപ്പന്മാരെ ടൈപ്പ് ഉണ്ടാകും. കാര്യം അവർക്ക് കഴിയില്ല, അവരതിൻ്റെ പ്രതികളായ ഉത്തരവാദികളെന്ന് പറയുമ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ലാത്ത കാരണം അവർ ചിലപ്പോൾ വെള്ളം അടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും, ചിലപ്പോൾ തോന്നിവാസമായിട്ട് പെരുമാറും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാം, ഓ അവളങ്ങല്ലേ അങ്ങനെയാണ്, അവളല്ലെങ്കിൽ അങ്ങനെയാണെന്ന് തർക്കുത്തരവേ പറയത്തുള്ളൂ. പക്ഷെ അതല്ല, അതങ്ങനെ ശപിച്ച് അല്ലെങ്കിൽ തിരിച്ചള്ളുകയല്ല ചെയ്യേണ്ടത്. അത് അങ്ങനെയാണെന്ന് അത് അവരുടെ ബലഹീനതയാണ്. ബലഹീനതയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കാനുള്ള ഒരു ഉപകരണമാക്കി ഈ സ്ഥാവര സഹനങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയും. എപ്പോഴും ഈ കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കോട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ദൈവ പൈതലിൻ്റെ കണ്ണ് എപ്പോഴും കൃപയുടെ സോഴ്സിലായിരിക്കണം. കൃപ ഇവിടുന്ന് വരണമെന്ന് നോക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും മൗനം പാലിക്കുന്നതിൻ്റെ കാരണം അതാണ്. കൃപയുടെ സോഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ബാക്കിയെല്ലാം വിറ്റുകളെ. കർത്താവ് തന്നെ പറഞ്ഞത്, നീ ഒരിക്കലും ഒരു നിധി കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വിറ്റുകളെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 13:44. മത്തായി 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ഇത് മനസ്സിലായില്ലേ? അതായത് ഇതുപോലെ സ്ഥാവര സഹനം അങ്ങനെ മാറ്റാൻ പറ്റാത്ത ഇമ്മൂവബിൾ ആയിട്ടുള്ള ഇതുപോലെ സഫറിങ് പോയിന്റുകൾ, സഫറിങ് പേഴ്സൺസ്, അത് എന്ത് ചെയ്യും? അതൊരു നിധിയാണ്. എന്താണ്? ദൈവരാജ്യത്തിലേക്കും കൃപയിലേക്കും നമ്മളെ കൊണ്ടുവരുന്ന നിധിയാണ്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് മറച്ചു വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ആനക്കാര്യമായിട്ട് കുട്ടിഘോഷിക്കത്തില്ല. മറ്റുള്ളവർ എൻ്റെ മകൾ അങ്ങനെ ചെയ്തു, എൻ്റെ മരുമകൾ ഇങ്ങനെ ചെയ്തു, എൻ്റെ അയൽവാസി ഇങ്ങനെ ചെയ്തു, എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്തു, അത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കും. അത് ആരോടും പറയത്തില്ല. കാര്യം എന്താണ്? അതിൻ്റെ കാരണം, ഞാൻ കുടിക്കേണ്ട പാനപാത്രം നീ കുടിക്കേണ്ടതല്ലോ എന്നാണ് ഈശോ പറഞ്ഞിട്ടില്ലേ? ഞാൻ കുടിക്കേണ്ട പാനപാത്രം ഞാൻ തന്നെ കുടിക്കേണ്ടതെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 18:11. യോഹന്നാൻ 18:11. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? അതാണ്, ഞാൻ തന്നെയാണ് കുടിക്കേണ്ടത്, വേറെ ആരും കുടിച്ചിട്ട് കാര്യമില്ല. അതായത് എപ്പോഴും നമുക്കറിയാമല്ലോ, വളരെ നിശബ്ദതയിലാണ് ശരിക്കും പറഞ്ഞാൽ കൃപ രൂപപ്പെട്ടു വരണത്. അത് മറച്ചു വെക്കണമെന്നാണ് കർത്താവ് പറയണത്. ഒരു നിധി കണ്ടെത്തിയാൽ മറച്ചു വെക്കണം, മറ്റുള്ളവരോട് പറയരുത്. എന്താ കാര്യം? അത് നിനക്ക് വേണ്ടി ദൈവം കൽപ്പിച്ച കൃപയുടെ സ്രോതസ്സാണ്. മറ്റുള്ളവർ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കുരിശിനെ കൃപയാക്കാനുള്ള നിധി കണ്ടെത്തി കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഉറക്കം പോകും, ചില സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അതൊക്കെ വിൽക്കുകയാണ് നമ്മളെ. ബാക്കിയുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുകയാണ് നമ്മൾ. ബാക്കിയുള്ളതെല്ലാം വിറ്റ് അത് ആ വയൽ വാങ്ങുകയാണ്. ഇത് എന്നിട്ട് കർത്താവിൻ്റെ മുട്ട് നിൽക്കണം. കർത്താവേ, നീ പറഞ്ഞതനുസരിച്ച് എൻ്റെ ഉറക്കം വിറ്റിട്ടുണ്ട് ഇന്നലെ, നീ പറഞ്ഞതനുസരിച്ചുകൊണ്ട് എനിക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, അതെല്ലാം എൻ്റെ അപ്പനെ നോക്കാൻ വേണ്ടി എടുത്തതാണ്, അതെല്ലാം നിൻ്റെ നാമത്തിൽ വെക്കുകയാണ്. അത് നിധിയായിട്ട് ഞാൻ കരുതുന്നു. അത് കുരിശിനെ നീ കൃപയായിട്ട് എനിക്ക് നൽകണം. നിത്യത എനിക്ക് നിൻ്റെ കൂടെ അർത്ഥപാടി ഉല്ലസിക്കാനുള്ള ഒരു കാലത്തേക്ക് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുത്ത് ഞാൻ ഒരു സ്ഥിര നിക്ഷേപമായിട്ട് സമർപ്പിക്കണമെന്ന് പറയണം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ കൃപയുടെ കയ്യൊപ്പുണ്ട്. അത് അവകാശമാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ദൈവ സംവിധാനങ്ങളുണ്ട്. ചിലത് മറച്ചു വെക്കണം, ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിലത് വിൽക്കണം, ചിലത് വാങ്ങിക്കാൻ വേണ്ടി ചിലത് വിൽക്കേണ്ടി വരും. എല്ലാം കൃപയ്ക്ക് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടിയാണ്. പ്രൈസ്തലാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിനി.
ഹസ്ബൻഡ് പീറ്റർ, മോള് തെരേസ എമിയ. മൂന്നാമതും ഈ തിരുവൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ 2021 നവംബർ 21 ആദ്യമായി ഉടമ്പടി എടുത്തത്. അതിനു മുന്നേ ഞാൻ ഈ യൂട്യൂബിലൊക്കെ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ കണ്ടാൽ ഞാൻ അത് കേൾക്കാറില്ല. ഞാൻ മറ്റ് ധ്യാനങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു ജീവിതത്തിൽ വിഷമഘട്ടത്തിൽ എൻ്റെ ഒരു കസിൻ ചേച്ചി ഞാനറിയാതെ എന്നൊരു സാക്ഷ്യം എനിക്ക് അയച്ചു തന്നു. ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ എന്നെ അമ്മ മാതാവ് ഈ കൃപാസനത്തിലേക്ക് വിളിച്ചു. ആ ഉടനെ തന്നെ ഞാൻ ഹസ്ബൻഡും ഇവിടെ എത്തുകയും എൻ്റെ നിയോഗങ്ങൾ ഞാൻ എഴുതുകയും ചെയ്തു. ആദ്യം എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ് ഞാൻ എഴുതിയത്. പിന്നീട് മക്കളുടെ വിദ്യാഭ്യാസ മേഖല, അതും പ്രകാരം മകനെ അമ്മ മാതാവ് ഓസ്ട്രേലിയയ്ക്ക് 5 വർഷം ഗ്യാപ്പ് ഉണ്ടായിട്ടും മോനെ ഓസ്ട്രേലിയയ്ക്ക് എത്തിച്ചു. ഈ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം, എനിക്ക് മെനോപോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമായി. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവാം, ചിലപ്പോൾ നിൽക്കും, അങ്ങനെ പല ബുദ്ധിമുട്ടുകളായിരുന്നു. ഒരു ദിവസം ഒരു സൺഡേ വെളുപ്പിന് ഭയങ്കരമായ ഹെവി ബ്ലീഡിങ്, അതായത് ടോയ്ലറ്റിൽ നമുക്ക് കയറി ഇറങ്ങാനേ സമയം ഒരു 3/4 മണിക്കൂർ കൂടുമ്പോൾ ടോയ്ലറ്റിൽ കയറി ഇറങ്ങുക. അങ്ങനെ ഞാൻ എൻ്റെ ഗൈനക്കോളജിസ്റ്റിനെ, ഞാനൊരു നേഴ്സാണ്, അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ടാബ്ലറ്റ് പറഞ്ഞു തന്നു, ഞാൻ വാങ്ങി കഴിച്ചു. പക്ഷേ ബ്ലീഡിങ്ങിന് ചെറിയൊരു കുറവുണ്ടായിരുന്നു അന്ന് തന്നെ. എങ്കിലും ഞാൻ വൈകിട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു. പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ കണ്ടു. ആ സമയങ്ങളിൽ ഡോക്ടർ എനിക്ക് ഹോർമോൺ ടാബ്ലറ്റാണ് തന്നത്. എങ്കിലും ഇത്ര ബ്ലീഡിങ് ഉണ്ടായിട്ടും ഞാൻ എൻ്റെ പരിശുദ്ധ കുർബാന മുടക്കിയില്ല. ഞാൻ ഓടിപ്പോയി കുർബാന കാണും. ഞാൻ വണ്ടി എടുത്ത് തന്നെ പോകുന്നത്, എത്ര ഭയങ്കര തളർച്ചയാണെങ്കിലും ഞാൻ തിരിച്ചതുപോലെ തന്നെ വരും. ഞാൻ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഹോർമോൺ ടാബ്ലറ്റ് ഞാൻ കഴിച്ചില്ല. എൻ്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിക്കാൻ. ഞാൻ അടുത്ത പ്രാവശ്യം കഴിക്കാം, രാവിലെ കഴിക്കാം, വൈകിട്ട് കഴിക്കാം, അങ്ങനെ നീട്ടി. പിറ്റേ ദിവസം ചൊവ്വാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ച ഞാൻ തീരുമാനിച്ചു, രാവിലെ കുർബാന കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് ഞാൻ തീരുമാനിച്ചു ഉടമ്പടി ധ്യാനം കഴിഞ്ഞിട്ട് ടാബ്ലറ്റ് കഴിക്കാം. ഞാൻ ഉടമ്പടി ധ്യാനത്തിനിരുന്നു. ധ്യാനം കഴിഞ്ഞു. 1.5 മണിക്കൂർ അവിടെ ഇരുന്ന ശേഷം എൻ്റെ ബ്ലീഡിങ് നോർമലായി മാറി. പിന്നീട് ഒരിക്കലും എനിക്ക് ആ ബ്ലീഡിങ് അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ മെനോപോസായി, ഇപ്പോൾ ബ്ലീഡിങ് ഒന്നുമില്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ മകൾ ഡിഗ്രി ബാംഗ്ലൂർ ക്രിമിനോളജി സൈക്കോളജി ഡിഗ്രി കോഴ്സ് ചെയ്യുന്നതാണ്. മോളുടെ കൂടുതൽ സെമ്മുകളെല്ലാം അവൾ തന്നെ പാസ്സായിരുന്നു. ഒരു സെമ്മിന് അവൾ ഫെയിലായി. ലാസ്റ്റ് സെമ്മ് നല്ല മാർക്കോടെ 1.5 മാസം മുന്നേ അവൾ പാസ്സായ റിസൾട്ട് വന്നു. ഈ മൂന്നാമത്തെ ഒരു സെമ്മിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള കോഴ്സ് ഇതായിരുന്നു. അതവൾ ഫെയിലായി. അത് ഫെയിലായിട്ട് വീണ്ടും നമ്മൾ എഴുതി. അതും മാർക്ക് വളരെ കുറവായിട്ട് തന്നെ ഫെയിലായി. ഞാൻ മാതാവിൽ ഉറച്ചു വിശ്വസിച്ച് റീവാലുവേഷന് കൊടുത്തു. റീവാലുവേഷൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച ആ റിസൾട്ട് വന്നു. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മാതാവ് അവൾക്ക് നല്ല മാർക്കോടെ പാസ്സായി. അങ്ങനെ അവളുടെ ഡിഗ്രി ഡിസ്റ്റിങ്ഷനോട് തന്നെ അവൾ പാസ്സാകുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം, മകൾ ഓഗസ്റ്റ് 31 കോഴ്സ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന വഴി ബസ്സിൽ വെച്ച് അവളുടെ കാല് സ്പ്രെയിനായി. ഉടനെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഡോക്ടറെ കണ്ട് 2 ആഴ്ച ബാൻഡേജ് ചുറ്റണം, ടാബ്ലറ്റ് കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. കൂടാതെ സെപ്റ്റംബർ 1 മോളെയും കൊണ്ട് ഞാൻ ഇവിടെ വരാമെന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കാലിലെ വേദനയെക്കാളും കൂടുതൽ എങ്ങനെ ഞാൻ ഇവിടെ അവളെ കൊണ്ടുവരുമെന്നുള്ളൊരു വിഷമമായിരുന്നു. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം സൺഡേ സെപ്റ്റംബർ 1 ഞാൻ അവളോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോയാലോ? ഞാൻ വരാമെന്ന് പറഞ്ഞു. കാലിൽ നീരുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. അവൾ ബാൻഡേജ് ചുറ്റാതെ തന്നെയാണ് ഇവിടേക്ക് വന്നു. ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. തിരിച്ചു പോകുമ്പോഴേക്കും കാലിൽ നല്ല നീരും വേദനയുമായി. ഞങ്ങൾ പത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 4 സെറ്റ് പത്രം. അതിൽ പോകുന്ന വഴിക്ക് തന്നെ ഒരു 7 മണി ആയിക്കോണം രാത്രി. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ കൊടുത്തു. ജന ഹോസ്പിറ്റലിൽ ഞാനും മോളുമായിട്ട് തന്നെ ഈ പത്രം കൊണ്ട് കൊടുത്തു. 2 സെറ്റ് കൊടുത്ത് തീർത്തു. അപ്പോഴേക്കും നല്ല വേദനയും നീരുമായി. പിറ്റേ ദിവസം രാവിലെ പക്ഷേ ഈ നീരും വേദനയും എല്ലാം മാറി. അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ മാസം ഞങ്ങൾ അഖണ്ഡ ജപമാല റാലിയിലും പങ്കുകൊണ്ടു. മോളും ഞാനും ഹസ്ബൻഡും പങ്കുകൊണ്ടു. അവളുടെ കാലിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഈ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഹസ്ബൻഡിന് പറയാനുള്ളത്. ഈശോമിശിഹായ്ക്ക് എൻ്റെ പേര് പീറ്റർ,
ഞാൻ 2022 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, വൈഫ് ഉടമ്പടി എടുത്ത് ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് ഞാൻ രാവിലത്തെ വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പുറകിൽ നിന്നൊരു സ്വരം കേട്ട് കൃപാസനത്തിൽ നിന്ന് ലഭിച്ച ഉപ്പ് ചെറിയ കുപ്പികളാക്കി കയ്യിൽ വെക്കാൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് അപ്പം തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കുപ്പികളൊന്നും കിട്ടിയില്ല. അവിടെ ഒരു വിക്സിൻ്റെ ചെറിയ ടിന്നുണ്ടായിരുന്നു. ആ ടിന്ന് ഞാൻ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കയ്യിൽ വെച്ചു. കയ്യിൽ വെച്ച ആ നിമിഷം മുതൽ ഞാൻ ടോട്ടലി ഫ്രീ ആയി. ടോട്ടലി ഫ്രീ ആയെന്ന് പറയാൻ കാരണം, ഞാൻ ഈ ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒത്തിരി മാനസികമായ സംഘർഷത്തിലൂടെ കടന്ന് പോകുന്നൊരവസ്ഥയിലായിരുന്നു. കാരണം കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും പിശാച് ശക്തമായിട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഉപ്പിൻ്റെ കയ്യിൽ വരുന്നത്. ഞാൻ ഉപ്പ് കയ്യിൽ വെച്ചു. കയ്യിൽ വെച്ചതിന് ശേഷം എന്നോട് മാതാവ് പറഞ്ഞു, ഈ ഹോമിയോ കുപ്പി ഇതാമാരെ കുപ്പികളാക്കിയിട്ട് കയ്യിൽ വെക്കാൻ പറഞ്ഞു. കയ്യിൽ വെച്ചു. ഞാൻ കയ്യിൽ വെച്ചപ്പോഴും കയ്യിൽ വെക്കും. അങ്ങനെ ഞാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം മാതാവിന് ഇഷ്ടപ്പെട്ട രോഗികളെ കാണുമ്പോൾ എന്നോട് മനസ്സിൽ പറയും, ഉപ്പ് കൊടുക്കാൻ പറയും. അങ്ങനെ ഞാൻ ഉപ്പ് പലർക്കും കൊടുത്തു. ഉപ്പ് ഈ കൈവശം വെച്ചവരെല്ലാം ഒത്തിരി പേർക്ക് സൗഖ്യം പ്രാപിച്ചു. 1-2 പേർക്ക് ഗവൺമെൻറ് ജോലി കിട്ടി. പിന്നെ കുറേ സ്ത്രീകൾ സുഖപ്രസവം അവർക്ക് ലഭിച്ചു. അപ്പോൾ ഞാൻ യാദൃശ്യമായിട്ടൊക്കെ പോകുന്ന സമയങ്ങളിലെല്ലാം ചിലപ്പോൾ ഞങ്ങളുടെ അയൽവാസികൾ, ഇപ്പോൾ ഞാൻ പോകുമ്പോൾ യാദൃശ്യമായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് പെടും. അപ്പം അങ്ങനെ ഉപ്പ് കൊടുത്തു. അതിലൂടെ ഒത്തിരി സൗഖ്യം അവർക്ക് കിട്ടി. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ എനിക്ക് കൂടുതൽ സജീവമാകാനായിട്ട് പറ്റി. കാരണം വിശുദ്ധ കുർബാനയിൽ സജീവമാകാനായിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം ഒത്തിരി പേരോട് മനസ്സിൽ എനിക്ക് വെറുപ്പുണ്ടായിരുന്നു. കാരണം എന്നെ പ്രയാസപ്പെടുത്തിയവരോടൊക്കെ എനിക്ക് മനസ്സിൽ വെറുപ്പുണ്ടായിരുന്നു. ക്ഷമിക്കാൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പൂർണ്ണമായിട്ടത് ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം പ്രാർത്ഥിക്കുന്ന അതിൻ്റെ ഒരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഉപ്പ് കയ്യിൽ വന്നതിന് ശേഷം അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാനും അവരോട് ക്ഷമിക്കാനും എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ മാതാവിൻ്റെ ഒത്തിരി മെസ്സേജ്, അതായത് വചനം വായിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒത്തിരി വചനങ്ങൾ മാതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നു. പ്രത്യേകിച്ച് എനിക്ക് 2 വചനമാണ് എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. അത് എനിക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ പ്രത്യേകം ധ്യാനിക്കേണ്ട ഒരു വചനമാണത്. അതെനിക്കത് വായിച്ചു. ഞാനത് വായിച്ചതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത്, ഒരു വചനം എന്നെ സ്പർശിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വചനം പറയും. അതിനുശേഷം നന്മ നിറഞ്ഞു പറയുമ്പോൾ ചെല്ലും. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇത് എനിക്ക് വ്യക്തമായിട്ട് ഇങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്നെ സ്പർശിച്ച ടച്ച് ചെയ്തൊരു വചനമാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 42:13 വചനം. അതുപോലെ തന്നെ വേറൊരു വചനം മാതാവ് കാണിച്ചു തന്നത് സംഖ്യാപുസ്തകം 5-ാം അധ്യായം 31-ാമത്തെ വചനം. അപ്പോൾ ഇത് വളരെ, ഈ 2 വചനം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ബോധ്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഈ ലോക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഈ കൃപാസനത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പറയുന്നത് പോലെ വിശ്വസ്തയോടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അത് മാതാവ് വെളിപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ യുവാക്കളോട് മാതാവ് പറയാനായിട്ട് എനിക്ക് തന്നൊരു മെസ്സേജാണ്, യുവാക്കൾ നിങ്ങൾ 18 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് ഇവിടെ ഉടമ്പടി എടുക്കണം. ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദരത്തിലൊരു കുഞ്ഞു രൂപം കൊള്ളുന്നതിന് മുമ്പ് നിങ്ങൾ ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന സമയത്ത് അമ്മയ്ക്ക് ശാരീരികമായും മാനസികമായും ആത്മീയമായിട്ടും വിശുദ്ധി ഉണ്ടായതുകൊണ്ട് എനിക്ക് യൗവനത്തിൽ കർത്താവിനെ കണ്ടെത്താൻ പറ്റി. അപ്പം നമുക്ക് യൗവനത്തിൽ നമ്മുടെ മക്കൾക്ക് യൗവനത്തിൽ കർത്താവിനെ കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ വിശുദ്ധി നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരിക, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ആത്മീയ ജീവിതം
പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കൊള്ളുവാനും ഒരു ദിവസം പോലും കുർബാന മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ പരിശുദ്ധ കുർബാന പങ്കൊള്ളും. പരിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം ഈശോയോട് കുറേ സമയം സംസാരിക്കും. മറ്റുള്ളവരുടെ ആവശ്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ വിശുദ്ധ കുർബാന സജീവമായി പങ്കുകൊണ്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ ജപമാല സമയം കിട്ടുമ്പോഴെല്ലാം ജപമാല ചെല്ലാറുണ്ട്. സാക്ഷ്യങ്ങൾ ഒന്നുപോലും ഞാൻ വിടാതെ കേൾക്കാറുണ്ട്. ധ്യാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓഫ് കിട്ടുന്ന ദിവസം ഞാൻ പഴയ ധ്യാനങ്ങൾ അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാർഡായിട്ട് പ്രിൻ്റ് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്. നേർച്ച വസ്തുക്കൾ, കാശുരൂപം ഇതെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാറുണ്ട്. എൻ്റെ സ്റ്റാറ്റസായിട്ട് എല്ലാ ദിവസത്തെ സാക്ഷ്യം ഇടാറുണ്ട്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ നേരത്തെ തുടങ്ങിയ ദശാംശം കൊടുക്കുന്നവരാണ്. ഞങ്ങൾ അതിൽ കൂടുതലായിട്ടും ഇപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. അതുപോലെ രോഗികളായി കഴിയുന്നവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ഞാൻ നേഴ്സ് എന്ന നിലയിൽ ചെയ്തു കൊടുക്കാറുണ്ട്. കൂടുതലും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം കൊടുക്കുമ്പോൾ അക്രൈസ്തവ മേഖലയിലാണ് കൂടുതലായിട്ടും എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഞാൻ വണ്ടിയിൽ കൊണ്ടുപോയി പല വഴികളിൽ കൂടി കയറി എല്ലാ മാസവും ഒരു 4 സെറ്റ് 5 സെറ്റ് പത്രം, ഈ മാസം ഒരു 100 പത്രം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ കൊടുക്കാൻ സാധിച്ചു. അതുപോലെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മാതാവ്, എൻ്റെ ബർത്ത്ഡേ ഡിസംബർ 10 അന്നേ ദിവസം മാതാവിന് ഉണ്ണീശോനെയും സ്വപ്നം കാണുവാനും ഉണ്ണീശോൻ്റെ കയ്യിലേക്ക് ഇറങ്ങി വരാനും കുറച്ച് നേരം കയ്യിലിരിക്കുവാനും ഉള്ള ഒരനുഭവമുണ്ടായി. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഏശയ്യ 58:11 കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും ദൈവിക ചൈതന്യം എങ്ങനെയാണ് ഓരോ വ്യക്തികളെ നയിക്കുക, അത് അവർക്ക് ബോധ്യങ്ങളൊക്കെ ആയിട്ട് ലഭിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ കൂടി വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ കർത്താവിൻ്റെ മുമ്പിൽ അവരെ കൂടി സമർപ്പിച്ച് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ ബോധ്യങ്ങളായിട്ട് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഉടമ്പടിയുടെ മാത്രം സ്വന്തമായ ബോധ്യങ്ങളായിട്ട് അത് മാറുകയും അങ്ങനെ ഇന്ന് തങ്ങളുടെ കുടുംബത്തിൽ തങ്ങൾക്ക് എങ്ങനെയാണ് ഉടമ്പടി ജീവിതം അത് വളരെ വിശുദ്ധിയോടെ തങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയുക, ഇത്രയും നാളുമൊക്കെ തങ്ങൾക്ക് പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടായിരുന്നതെല്ലാം, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ തന്നെ തടസ്സങ്ങൾ, ദൈവത്തിലേക്ക് അടുക്കുവാനുണ്ടായിരുന്ന തടസ്സങ്ങൾ, അതൊക്കെ ഉടമ്പടിയിലൂടെ എങ്ങനെ മാറുന്നു, ക്ഷമിക്കുവാനും മറക്കുവാനുമൊക്കെയുള്ള കൃപ ലഭിക്കുന്നു. അതുവഴി തന്നെ മറ്റുള്ളവരുടെ ജീവിതവും അനുഗ്രഹീതമാവുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങൾ